പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരനെന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു സംഭവം പറയട്ടെ. നിങ്ങളും ഇത് കേട്ടിട്ടുള്ളതാണ്. പോർച്ചുഗലിൽ ലിസ്ബൺ എന്ന നഗരത്തിലെ ധനിക കുടുംബത്തിന്റെ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ച് വൈദികനായി സന്യാസിയായി ഈശോയെ കരങ്ങളിലും അധരങ്ങളിലും ജീവിതത്തിലും വഹിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുന്നതുവരെ വിശുദ്ധ കുർബാനയെ അത്രമേൽ സ്നേഹിച്ച ഒരു വിശുദ്ധനായിരുന്നു നമ്മുടെ അന്തോണീസ് പുണ്യാളൻ. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ കുർബാനയിൽ ദൈവസാന്നിധ്യമില്ലെന്ന് വാദിച്ചൊരു യഹൂദന്റെ വെല്ലുവിളി ധൈര്യപൂർവ്വം അന്തോണീസ് ഏറ്റെടുത്തത്. വെല്ലുവിളി ഇങ്ങനെയാണ്: യഹൂദന് ഒരു കഴുതയുണ്ട്. അതിനെ 3 ദിവസം അദ്ദേഹം പട്ടിണിക്കിടും. 3-ാം ദിവസം കഴുതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതിന് കൊടുക്കും. ആ സമയം തന്നെ അന്തോണീസ് അച്ഛൻ തിരുവോസ്തിയുമായി കഴുതയുടെ മുൻപിൽ എത്തണം. കഴുത ഭക്ഷണം ഉപേക്ഷിച്ച് വിശുദ്ധ കുർബാനയെ വണങ്ങുകയാണെങ്കിൽ യഹൂദൻ വിശുദ്ധ കുർബാനയിലെ ദൈവസാന്നിധ്യം വിശ്വസിക്കും. വെല്ലുവിളി സ്വീകരിച്ച അന്തോണീസ് അച്ഛൻ 3-ാം ദിവസം വിശന്നു വലഞ്ഞിരിക്കുന്ന കഴുതയുടെ മുൻപിൽ തിരുവോസ്തിയുമായി നിന്നു. യഹൂദനാകട്ടെ ഭക്ഷണവുമായും. ആളുകളെല്ലാം ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതാ വിശന്നിരുന്ന ആ കഴുത ഭക്ഷണമൊന്ന് നോക്കുക പോലും ചെയ്യാതെ തലകുനിച്ച് വിശുദ്ധ കുർബാനയെ ആരാധിച്ചു. ഈ പ്രപഞ്ചം മുഴുവൻ വിശുദ്ധ കുർബാനയെ അറിയുന്നു എന്നത് എത്രയോ സത്യമാണ്.